നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയുടെ അച്ഛൻ നാട്ടിലേക്ക് മടങ്ങിയെത്തി. വർഷങ്ങൾ നീണ്ട പ്രവാസം അദ്ദേഹത്തിന് നൽകിയത് വേദനകൾ മാത്രം. നടുക്കുന്ന ഓർമ്മകളുമായി ഇനി ശിഷ്ടകാലം ജീവിക്കണം ആ പ്രവാസി. കുടുംബത്തിനു വേണ്ടി ഇങ്ങനെ മണലാരണ്യങ്ങളിൽ കഷ്ടപ്പെടുന്നവർ പിന്നീട് ഇങ്ങനെ വേദനിക്കുമ്പോൾ കേരളം അത് ദുഃഖത്തോടെയാണ് കാണുന്നത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ, അവരുടെ വേദനകൾ ഈ സമൂഹം തിരിച്ചറിയുന്നുണ്ടോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ മലപ്പുറത്ത് നിന്നാണ്. ശ്രീ കുഞ്ഞഹമ്മദ്. അബ്ദുൾ റഹീം എന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ 7 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ നാട്ടിലേക്ക് വരികയാണ്. ഒരുപക്ഷെ ഒരു പ്രവാസി നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അദ്ദേഹം വലിയ സന്തോഷത്തോടു കൂടിയാണ് വരേണ്ടത്. ഇഷ്ടപ്പെട്ടവർക്ക് ആവശ്യമായ കാര്യങ്ങളുമൊക്കെയായി, അവർ വാങ്ങാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളുമൊക്കെയായി ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ഈ മനുഷ്യൻ തകർന്നാണ് വരുന്നത്. ആ കാഴ്ച കണ്ട് കേരളം കരയുകയാണ്. എന്തുകൊണ്ട് ഈ പ്രവാസികൾക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു? കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് ദൂരെയായതുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ കാണാൻ കഴിയുന്നില്ലേ? അതോ അവരെ മനസ്സിലാക്കാൻ ഇവിടെയുള്ള ആളുകൾ കഴിയുന്നില്ലേ? എന്താണ് ഈ പ്രശ്നമായി താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് കുഞ്ഞമ്മദ്, കോഴിക്കോടാണ്, മലപ്പുറമല്ല. കുഞ്ഞമ്മദ്. ഓക്കെ. സ്ഥിരം പ്രേക്ഷകനാണ്. എനിക്കറിയാം. ഞാൻ മലപ്പുറം എന്ന് വിചാരിച്ച് വേറെ പ്രേക്ഷകനാണ്, തെറ്റിദ്ധരിച്ചു പോയതാണ്. ആയിക്കോട്ടെ. തിരുത്തണം. മേപ്പ് ഞാൻ കോഴിക്കോട് ജില്ലയെന്നാണ് വിളിക്കുന്നത്. മനു സാറായിട്ട് നല്ല ഇഷ്ടമുള്ള ആളാണ്. ഒരു CPIM പ്രവർത്തനം കൂടിയാണ്. ശരി. എനിക്ക് തോന്നുന്നു താങ്കൾ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ഏതായാലും ഈ തിരിച്ചുവരവ് അദ്ദേഹം ഏറെ കൊതിച്ചതാണ്. നിർഭാഗ്യവാനായ, നിസ്സഹായനായ ആ മനുഷ്യൻ തൻ്റെ മകൻ്റെ കബറിടത്തിൽ മുട്ടുകുത്തി പൊട്ടിക്കരഞ്ഞു. 7 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ആ മനുഷ്യൻ കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ടവരുടെ കബറിടമാണ്. മകൻ വലിയ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഇപ്പോൾ നിയമ നടപടികൾ നേരിടുന്നു. ശരത്ത് ബാലരാമപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശരത്തെ, ഈ പിതാവിനെ കാണുമ്പോൾ കേരളം എന്തു മനസ്സിലാക്കണം? നമസ്കാരം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ മദ്യവും മയക്കുമരുന്നും പോലെ തന്നെ പല അക്രമം നിറഞ്ഞ പല സിനിമകളും കണ്ട് ഇപ്പൊ പല രീതിയിലും തലമുറ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്, പല രീതിയിൽ. അപ്പോ തീർച്ചയായിട്ടും അവിടെ വ്യവസായം ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ നാട്ടിൽ വരുന്നത്. അപ്പോ ഈ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ. ഇവിടെ പക്ഷേ മദ്യവും മയക്കുമരുന്നുമൊന്നുമല്ല. ഇവിടെ ഒരു പക്ഷേ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അദ്ദേഹം ദൂരെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ടായത് എന്ന് കരുതേണ്ടതുണ്ടോ? അത് ഞാനൊരു കാര്യം പറയട്ടെ. പണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു. കൂട്ടുകുടുംബം ഉണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും നോക്കാനും സംരക്ഷിക്കാനും അല്ലെങ്കിൽ വീക്ഷിക്കാനും അവരെന്ത് ചെയ്യുമെന്ന് നോക്കാനുള്ള ഒരു അവസ്ഥയാണ്. ഇന്നിപ്പോ കൂട്ടുകുടുംബം ഇല്ല. ഇന്നിപ്പോ എല്ലാം അണുകുടുംബം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, ആ പരസ്പരം ബന്ധുക്കളും ആയിട്ടുള്ള ആ പഴയ ഒരു സ്നേഹബന്ധം ഇപ്പൊ നിലവിൽ ഇല്ല എന്നാണ് എനിക്കിപ്പം പറയാറ്. ഈ ലോകത്ത്, ഈ തലമുറയിൽ ഇപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം പലർക്കും പല വ്യക്തമാണ്, നമ്മുടെ അഭിപ്രായം വ്യക്തമാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫ്നാന്റെ പിതാവ് അബ്ദുൾ റഹീം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഭാര്യയെ സന്ദർശിച്ചു. നാട്ടിലെത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനം. അദ്ദേഹം രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. ബന്ധുവീട്ടിലേക്ക് ആദ്യം പോയി, പിന്നീട് ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഭാര്യയെ കണ്ടു. പിന്നീടാണ് ഈ കബറിടങ്ങളിലേക്ക് പോയത്. ബിനോയ്, ശ്രീ ബിനോയ്ക്ക് ഈ പിതാവിൻ്റെ ദുഃഖം കാണുമ്പോൾ നമ്മുടെ പ്രവാസികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന തരത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട പ്രശ്നമാണോ, അതോ അവർ ഇത്തരം അവരുടെ പ്രശ്നങ്ങൾ കുറെ കൂടി ഗൗരവത്തിൽ സമൂഹം എടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? നമസ്കാരം മിനു. നമസ്കാരം. ഒറ്റപ്പെട്ട ഒരു പ്രശ്നമല്ല ഇത്. പ്രവാസികൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അവരുടെ മക്കൾ ഇവിടെയും അവരവിടെയും. അവര് പറയുന്ന സാമ്പത്തികം എല്ലാം അയച്ചു കൊടുക്കും, കടവോ ചിട്ടിയോ ഒക്കെ പിടിച്ച്.
അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഇവിടുത്തെ ആളുകൾ വേണ്ടത്ര രീതിയിൽ തിരിച്ചറിയുന്നില്ല അല്ലേ? തിരിച്ചറിയുന്നില്ല. കാരണം ഞാനൊരു പ്രവാസിയായിരുന്നു. ഞാൻ സൗദി അറേബ്യ ദമാമിൽ ഒരു 10-15 വർഷം ബിസിനസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ തിരിച്ചറിയുന്നില്ല. ഒരുപാട് ഞാൻ അവിടെ ഒരു പൊതുപ്രവർത്തനമായിരുന്നു. ഒരുപാട് ആളുകൾ വന്ന് മക്കളുടെ പഠിത്തത്തിനും അതിനൊക്കെ വന്ന് പൈസ അയക്കുകയും അവിടുന്ന് കടം മേടിക്കുകയും ചുറ്റി പിടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതും ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ റഹീമിനെ പറ്റിയത്, അദ്ദേഹം റിയാദ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അദ്ദേഹം 3 വർഷമായി ഇപ്പം ദമാമിലുണ്ട്. അല്ല, ഒരു മാസമായാണ് അദ്ദേഹം ദമാമിലോട്ട് വന്നിട്ട്. അപ്പോ അദ്ദേഹത്തിന് ഇപ്പൊ കയറ്റിവിടാൻ ഇനിഷ്യേറ്റീവ് എടുത്തത് അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്, നാസ് വക്കം എന്ന് പറഞ്ഞു. ഞാൻ കുറച്ചു മുമ്പ് അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ ഇദ്ദേഹം അവിടെ ഒരു സാമ്പത്തിക പ്രശ്നത്തിൽ പോയിട്ടാണ് ഇദ്ദേഹത്തിന്റെ അവിടുത്തെ ഐഡന്റിറ്റി കാർഡ് ഇക്കാമ എന്ന് പറഞ്ഞു. ഇക്കാമ ഒന്നും പുതുക്കാൻ പറ്റാതെ ഒരു പ്രശ്നമായിട്ട് നേരുന്നു. അവിടുത്തെ നിയമപരമായിട്ട് ഇക്കാമ പുതുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ ഈ അവരുടേതായിട്ടുള്ള ആളുകളെ ജോലിക്ക് വെച്ച് സ്വദേശവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ നാസുവക്കം മെനങ്ങാന്നറിഞ്ഞ് കഴിഞ്ഞ മരണം നടന്ന് ഇവിടെ കൊലപാതകം നടന്നതിന്റെ അന്ന് അറിഞ്ഞ് പുള്ളിയെ കോണ്ടാക്ട് ചെയ്ത്, നാസുവക്കം എന്ന് പറയുന്നത് കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ കേട്ട് സർക്കാരിൽ പോയി അദ്ദേഹത്തിന് കെട്ടാനുള്ള പെനാൽറ്റിയും അതുമൊക്കെ പുള്ളി കെട്ടി. പുള്ളിയപ്പോ ഞാൻ വിളിച്ചു എങ്ങനെയാണ് ഇത് സംഭവം. അപ്പൊ പുള്ളി ഇപ്പൊ പറയായിരുന്നു എന്റെ അടുത്ത് ഈ നാസുവക്കം. അപ്പൊ പുള്ളി മെനങ്ങാന്ന് ഒരു ഡെഡ് ബോഡി കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു സൗദിയിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പൊ ഈ പുള്ളിയാണ് ഇദ്ദേഹം വരാൻ ഇനിഷ്യേറ്റീവ് എടുത്ത ആള്, നാസുവക്കം എന്ന് പറഞ്ഞ ദമാമിൽ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തനം. അപ്പൊ ആ പൊതുപ്രവർത്തകനോട് നമ്മുടെ സ്നേഹമൊക്കെ അറിയിക്കണം അല്ലേ? കാരണം ഇത്തരം ഒരു ഘട്ടത്തിൽ ഈ മനുഷ്യനെ സഹായിക്കാൻ അദ്ദേഹം രംഗത്ത് വന്നല്ലോ, അതൊരു വലിയ കാര്യമാണ്. 100% ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറയായിരുന്നു, എന്തായാലും നിങ്ങളെ കണക്ക് ഒരു മനുഷ്യൻ അവിടെ ഉള്ളതുകൊണ്ട്, നാസുവക്കം പോലെ ഒരാൾ അവിടെ ഉള്ളത് കൊണ്ട് ഈ റഹീമിന് ഇപ്പോഴെങ്കിലും ഇവിടെ എത്താൻ പറ്റി. അതെ, ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ്, വേണ്ടപ്പെട്ടവർ മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇത്രയും ദിവസം ഈ മനുഷ്യനെ എങ്ങനെ അവിടെ പിടിച്ചു നിന്നു എന്നാണ് ഞാൻ അത്ഭുതത്തോടെ. ഈ അവിടുത്തെ പൊതുപ്രവർത്തകനായ നാസുവക്കം അദ്ദേഹത്തിന്റെ റൂമിൽ കൊണ്ടുവന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലൈവാക്കിയിട്ട് വീഡിയോ കോളിലൂടെ മയ്യത്തടക്കുന്നതൊക്കെ കാണിച്ച് പറഞ്ഞു കൊടുത്ത് എത്രയും പെട്ടെന്ന് വിടാമെന്ന് പറഞ്ഞാണ് പുള്ളി ഇതായിട്ട് ഇന്നലെ എയർപോർട്ടിൽ വരുന്നവരെ പിന്നെ മൊബൈലൊന്നും ഉപയോഗിക്കാതെ പുള്ളിയെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എയർപോർട്ടിൽ കൊണ്ടുവന്ന് കയറ്റി വിട്ട് ഇന്ന് വന്നപ്പോഴാണ് ഞാൻ നാസുവക്കമാണ് ഈ സഹായം ചെയ്തെന്ന് അറിഞ്ഞ് ഒരാൾ എനിക്കൊരു മെസ്സേജ് ഇട്ട്. അപ്പൊ ഞാൻ പുള്ളിയെ വിളിച്ചു. അപ്പൊ പറഞ്ഞതാ ദൈവം എന്നിൽ അർപ്പിച്ച്. ഞാൻ ചോദിച്ചു നിങ്ങളാണോ ഇത് ചെയ്തെന്ന് ചോദിച്ചപ്പോ നാസുവക്കം എന്നോട് പറയാ, അല്ല ദൈവം എന്നെ ഇതിനെ ഏൽപ്പിച്ചു, ഞാനത് ചെയ്തു. ഞാനെന്നുള്ള വ്യക്തിയല്ല, ഒരു പ്രവാസിയുടെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിനകത്ത് ഞാൻ ഇടപെടേണ്ടി വന്നു. അതുകൊണ്ട് വക്കം നാസുവക്കത്തിനാണ് ഈ അദ്ദേഹം ഇവിടെ നാട്ടിലെത്തിയതിന്റെ എല്ലാ ക്രെഡിറ്റുകളും. പ്രവാസിയുടെ ജീവിതം വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്, വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നാട്ടിൽ ജോലിയൊന്നുമില്ല, പ്രശ്നങ്ങളാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പാസ്പോർട്ടുമായിട്ട് അവിടെ പോകും, കിട്ടുന്ന ജോലി ചെയ്യും, നാട്ടിലോട്ട് പൈസ അയച്ചു കൊടുക്കും. മക്കളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. ചില പിള്ളേർ നന്നാവും, ചിലത് കണക്കുള്ള പിള്ളേരായി പോകും. എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും നാസ് വക്കത്തോട് നമ്മുടെ ആ ഒരു നന്ദിയും സ്നേഹവും ഒക്കെ താങ്കൾ പൊതുവേദിയുടെ ഭാഗമായി കൂടി അറിയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരം പ്രശ്നങ്ങളിൽ, സങ്കീർണമായ പ്രശ്നങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ അങ്ങനെയും ചില ആളുകളുണ്ട് എന്നത് ഒരു ആശ്വാസമാവുകയാണ്. ഏതായാലും വളരെ നന്ദി ഈ വിവരങ്ങൾ പങ്കുവച്ചതിന്. മോഹൻദാസ് നമുക്ക് ഇപ്പം ചേരുന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ആലത്തൂരിൽ നിന്ന് വിളിക്കുകയാണ്. ശ്രീ മോഹൻദാസ്, നോക്കൂ, ഒരു മനുഷ്യൻ്റെ ദുരവസ്ഥയാണ്. ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് സ്വന്തം മകനാണ് എന്ന് കൂടി തിരിച്ചറിയുമ്പോൾ എങ്ങനെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്ന് എനിക്കറിയില്ല. വൈകാരികമായ രംഗം, ആ ഖബർസ്ഥാനിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയാണ്. ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ശ്രീ മോഹൻദാസ് നോക്കിക്കാണുന്നത്? ഒരിടത്ത് കഷ്ടപ്പെടുന്ന മനുഷ്യൻ, ആ പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ വേറൊരിടത്തൊരു നാട്, അങ്ങനെയാണോ ഇതിനെ മനസ്സിലാക്കേണ്ടത്? നമസ്കാരം മനു. നമസ്കാരം. വളരെ ദുഃഖത്തോടുകൂടിയാണ് ഞാനിത് സംസാരിക്കുന്നത്. കാരണം എനിക്കും അറിയാം, എനിക്കൊരു നഷ്ടപ്പെടലുണ്ടായി ഇവിടെ, അറിയാം, സാറിനറിയാം. അപ്പൊ ഈ റഹീമിന് ഞാൻ എന്ത് പറയും? കടലിൽ നിന്നുന്ന ഒരു ഹൃദയം എന്ന് പറയാം. ആ ജോലി സ്ഥലത്ത് സമാധാനമില്ല, നാട്ടില് സമാധാനമില്ല. 5 പേര് നഷ്ടപ്പെട്ടു, വളരെ അടുത്ത ബന്ധുക്കള്. അത് ഇങ്ങനെ ഒരു കൊലപാതകത്തില് എങ്ങനെ അദ്ദേഹത്തിന് ഇത് സഹിക്കാൻ സാധിക്കും? ആ നാസ് വക്കത്തിന് ഒരു നന്ദിയുണ്ട്. സാറിനും അതേപോലെ തന്നെ ഇത്തരം ഒരു വാർത്ത പുറത്ത് കൊണ്ടുവരുന്നുണ്ടല്ലോ, നന്ദി. വളരെ നന്ദി അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. ഗോളാന്തരം എന്നോടൊപ്പം ചേരുന്നു, നമസ്കാരം പറയുന്നു. അബ്ദുൾ ലത്തീഫ് പല്ലവും
മോഹൻദാസ് ആലത്തൂരിനെ പോലെ സല്യൂട്ട് നാസ് വക്കം എന്ന് പറയുന്നു. ശ്രീ നാസ് വക്കത്തിൻ്റെ പ്രവൃത്തിയെ അദ്ദേഹം അംഗീകരിക്കുന്നു. ജയകുമാർ എന്നോടൊപ്പം പൊതുവേദിയിൽ ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഈ ദുഃഖ ദൃശ്യങ്ങൾ കണ്ടതിൻ്റെ നടുക്കത്തിലാണ്. ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഇത് വേദനിപ്പിക്കുന്നൊരു ദൃശ്യമാണ്. ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു പ്രവാസിയാണ്. നമ്മുടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവാസികൾ കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലും ജോലിയെടുക്കുന്നു. അവരുടെ സമ്പാദ്യമാണ് സത്യത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ല് എന്ന് പറയുന്നത്. അവരുടെ പ്രയത്നമാണ് ഈ നാട് സത്യത്തിൽ ആഘോഷിക്കുന്നത്. ഇവിടുത്തെ സമ്പദ്ഘടനയുടെ ഒരു വലിയ വിഭാഗം സംഭാവന അവർ നൽകുന്നു. അങ്ങനെയുള്ള മനുഷ്യർക്ക് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് താങ്ങാവുന്നതിനപ്പുറത്താണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണുന്നുണ്ടോ? വീടുകളിലേക്ക് അവർക്ക് കുടുംബം നഷ്ടമാകുന്നു, അവർക്ക് അവരുടെ വേണ്ടപ്പെട്ടവർ പലപ്പോഴും അവരുമായി മാറി താമസിക്കേണ്ടി വരുന്നു. ഇതൊക്കെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ? ഒപ്പം ശശിധരൻ വയലാർ കൂടി നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ, ഈ സാഹചര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമസ്കാരം. നമസ്കാരം. വളരെ ദുഃഖത്തോടെയും വളരെ വേദനയോടെയും കൂടി ഈ വിഷയത്തിൽ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ ഇതുപോലൊരു ദുരവസ്ഥ ഒരു മനുഷ്യനും നേരിട്ട് കാണുമെന്ന് തോന്നുന്നില്ല. എന്റെ അറിവിലുണ്ടായിട്ടില്ല. കാരണം നാട്ടിൽ വന്നാൽ സാധാരണ വിദേശത്തു നിന്നൊക്കെ വരുമ്പോൾ എന്താ ആഘോഷത്തോടെ എന്ത് ആഹ്ലാദത്തോടെയൊക്കെ നേടുന്ന ആ ഒരു മനുഷ്യന്റെ വ്യഥ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. കാരണം ഒരു പറയെ ഭാര്യ അത്യാവശ്യം നില കിടക്കുന്നു, ഒരു പിഞ്ചു കുഞ്ഞുള്ളത് നഷ്ടപ്പെട്ടു, വേറൊരു ഇതിനെല്ലാം കാരണഭൂതനായ ആള് ജയിലിൽ കിടക്കുന്നു, വൃദ്ധ മാതാക്കളും പിതാവും ഒക്കെ മരിച്ചത് എല്ലാം കൊണ്ട് ആലോചിക്കുമ്പോൾ ഭ്രാന്തെടുത്തില്ലെങ്കിലേ നമുക്ക് അത്ഭുതം തോന്നാറുള്ളൂ. അങ്ങർക്ക് ഇതിനെ തരണം ചെയ്യാനുള്ള എല്ലാ ഇതും ദൈവം കൊടുക്കട്ടെ, അതിനൊരു ഒരു മനോബലം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. അല്ലാണ്ട് നമുക്ക് എന്തോ ഇതേപ്പറ്റി ചെയ്യാൻ പറ്റും? കാരണം ഇത് എത്ര ചിന്തിച്ചിട്ടും ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. കാരണം പറഞ്ഞാൽ അതിനുള്ളൊരു പശ്ചാത്തലം അവിടെ കാണുന്നില്ല. ഇതെന്തൊരു അസുര ജന്മമായി പോയില്ലേ ആ കുട്ടി, അതേ നമുക്ക് പറയാൻ പറ്റൂ. ഇന്നെങ്കിലും ഒരു സമാധാനപരമായ ചർച്ചയുണ്ടാകുമെന്ന് ആശ്വസിക്കുന്നു. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ പോലും ഈ അബ്ദുൾ റഹീം കരുതി കാണില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള സുഹൃത്തുക്കളും ഒപ്പം ഈ പൊതുപ്രവർത്തകനായ നാസ് വക്കവും അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞു. അത് ഒരു വലിയ ഒരു ആശ്വാസം പകരുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴും അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഏറ്റവും തീവ്രമായ കടുത്ത വേദന നൽകുന്ന ഓർമ്മകൾ മാത്രമാണ്. എൽദോസ് എന്നോടൊപ്പം ചേരുന്നത് കാസർഗോഡ് നിന്നാണ്. ശ്രീ എൽദോസ്, ഒരു പ്രവാസിയുടെ ജീവിതം സങ്കീർണമാണ്. ഒട്ടനവധി പ്രവാസികൾ നമുക്ക് പ്രേക്ഷകരായി ഉണ്ട്. പലപ്പോഴും അവർക്ക് നഷ്ടമാകുന്നത് ഈ നാടിൻ്റെ മനോഹാരിതയാണ്. ഒപ്പം പലപ്പോഴും അവരുടെ ഇഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളിൽ നിന്ന് അകന്നു കഴിയേണ്ടി വരുന്നൊരു സാഹചര്യം. അതോടൊപ്പം ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ കൂടി കേൾക്കുമ്പോൾ അത് പ്രവാസ ലോകത്തെ എത്ര കണ്ട് വേദനയിലാക്കുന്നു. ഹലോ, യെസ്, എൽദോസ് അല്ല, സന്തോഷാണ് കേട്ടോ. സന്തോഷ്, യെസ്. എനിക്കിതില് പറയാനുള്ളത്, സാറ് ചോദിച്ചു. ഹലോ, കേൾക്കുന്നില്ല സാറേ? കേൾക്കാം, പറയൂ. സാറ് നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു പ്രവാസികളുടെ ഇത് സമൂഹം മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരു ചോദ്യം കണ്ട് സാറ് ചോദിച്ചു തോന്നുന്നു. അത് തെറ്റാണ്. അല്ല, സമൂഹത്തിന്റെ കാര്യത്തിൽ പറയാനില്ല. കാരണം ഈ പ്രവാസിയായ ഈ വ്യക്തിക്ക് അവിടെ ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരുന്നു, ഇയാൾക്ക് തന്നെ. ആ ബാധ്യതകൾ മനസ്സിലാക്കാതെ ഇവിടെ കടങ്ങൾ വലിച്ചു കയറ്റുകയാണത്. ആർഭാട ജീവിതമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. കാരണം ഈ പ്രതിയായ വ്യക്തി തന്നെ 2 ബൈക്കാണുള്ളത്, കാറ്. ഈ കടങ്ങൾ പെരുകിയിരിക്കുന്ന സമയത്ത് പോലും ഇവൻ ആർഭാട ജീവിതമാണ് നയിക്കുന്നത്. ഇവിടെയുള്ള കുടുംബാംഗങ്ങൾ പലരും അവരുടെ വിഷമങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതെ, അതാണ് കാരണം. നമുക്കിപ്പോ പ്രവാസികളുടെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓരോ പ്രവാസികളുടെ വീടുകളിലും പ്രവാസികൾ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് അവിടുന്ന് പൈസ അയക്കുന്നതെന്ന് ഇവിടെ ഉള്ളവർ മനസ്സിലാക്കുന്നില്ല. അവര് വൈകുന്നേരം ഇപ്പൊ നമ്മൾ ടൗൺ ഏരിയയിൽ ചെന്നാൽ മതി, വൈകുന്നേരം ആകുമ്പോൾ ATM കാർഡും ഗൂഗിൾ പേയും കൊണ്ട് അവരെ ഓരോ ഹോട്ടലുകളും അതിലേക്ക് ആർഭാട ജീവിതത്തോടെ നടക്കുകയാണ്. അതെന്താണ്, നമ്മൾ മറ്റുള്ളവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ 62 ലക്ഷം രൂപ ബാധ്യത വരുമ്പോൾ ഈ സ്ത്രീയുടെ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു, അവരെ ക്യാൻസറിന് റിക്കവറി ചെയ്തു വന്നു, അതിൽ നിന്നെടുത്ത കടമെന്നല്ല ഇപ്പൊ കാണിക്കുന്നത്. ഈ മകൻ ഇങ്ങനെ ബാധ്യത വരുത്തുമ്പോൾ ഈ അമ്മ എങ്ങനെയാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത്? മകൻ തന്നെ പറഞ്ഞു, എനിക്കും ഉമ്മയ്ക്കും കൂടിയാണ് 62 ലക്ഷം രൂപ ബാധ്യത എന്ന്, അല്ലെ?
നമ്മൾ സമൂഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് ഇതിൽ യാതൊരു കാര്യമില്ല. അവനവൻ തന്നെ മനസ്സിലാക്കണം. നമുക്ക് ചെലവ് എങ്ങനെയാണ്, വരുമാനം എങ്ങനെയാണ്, വരവിനനുസരിച്ചേ ചെലവാക്കാൻ പാടുള്ളൂ. മറ്റുള്ളവൻ ആർഭാട ജീവിതം നയിക്കുന്നത് പോലെ, ഉള്ളവൻ ആർഭാട ജീവിക്കുന്നത് പോലെ കടം വെച്ച് വരുത്തി ആർഭാട ജീവിതം നയിച്ചിട്ട് കാര്യമില്ല. ഇത് വേറൊരു എന്താണ് ഹോസ്പിറ്റൽ കേസിലോ അങ്ങനെയൊന്നും ബാധ്യത വന്നതല്ല. ആ വ്യക്തി തന്നെ പറഞ്ഞു, ഈ പ്രവാസി തന്നെ പറയുന്നുണ്ട്, ഇവരുടെ ഉപ്പ തന്നെ പറഞ്ഞു, എനിക്ക് എന്റെ ഈ ബാധ്യത എനിക്ക് തീർക്കാനുള്ളതേ ഉള്ളൂ, അവിടെ ഒരു ബാധ്യത ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. ഈ വ്യക്തിയെ ഈ ബാധ്യത പോലെ അറിയിച്ചിട്ടില്ല ഈ ഉമ്മ. 62 സാറും ചിന്തിച്ചു നോക്കണം. അവരവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഇവിടെ ആർഭാട ജീവിതം നയിക്കുന്ന ഇവർ ചിന്തിക്കണ്ടേ? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ കുടുംബത്തിലെ ഒരാൾ വിദേശത്ത് കഷ്ടപ്പെട്ട് തൊഴിലെടുത്ത് അവിടുത്തെ തൊഴിൽ സാഹചര്യങ്ങളോട് മല്ലടിച്ച് ഇങ്ങോട്ടേക്ക് പണം അയക്കുമ്പോൾ അതിൻ്റെ ഗൗരവം കാണാൻ പലപ്പോഴും പല ആളുകൾക്കും കഴിയാതെ പോകുന്നുണ്ട് എന്ന ഒരു പ്രശ്നം. ഏതായാലും ദുബായിൽ നിന്നൊക്കെ നമ്മുടെ അബ്ദുൾ റഹ്മാനെ പോലുള്ള പ്രേക്ഷകരൊക്കെ ഇന്ന് പൊതുവേദി കാണുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കും. മാത്രമല്ല, അബ്ദുൾ റഹ്മാൻ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് കുറേ ദിവസമായി. സ്വാഭാവികമായും ഈ വിഷയം കാണുമ്പോൾ അതേ വിളിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ റഷീദ് എന്നൊരു പ്രേക്ഷകൻ കൊയിലാണ്ടിയിൽ നിന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ റഷീദ്, ഈ പ്രവാസി ലോകം ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുമെന്നാണ് ശ്രീ റഷീദ് കരുതുന്നത്? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുള്ളൊരു കാര്യമാണ്. ഇത് താങ്ങാനാവുന്നതല്ല. ഈ മനുഷ്യൻ്റെ ദുരവസ്ഥ കണ്ട് ശ്രീ റഷീദിന് എന്തു തോന്നുന്നു? ഒരു പ്രവാസി സഹോദരനും ഇതുപോലുള്ള ഒരു ദുരവസ്ഥ വരരുതേ ദൈവമേ പടച്ചവനെ എന്നാണ് ആദ്യമായി അതേക്കുറിച്ച് പറയാനുള്ളത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ 45 വർഷം പ്രവാസിയായി ജീവിച്ച ആളാണ്. ഒരു പ്രവാസിക്കറിയാം അവന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്രയാസവും വീട്ടിലറിയിക്കാതെ, പ്രിയപ്പെട്ടവരെ അറിയിക്കാതെ അവിടെ കഴിഞ്ഞു. ഇവിടെ തന്റെ മക്കൾ, തന്റെ ഭാര്യ, തന്റെ കുടുംബം വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു പോകണമെന്നുള്ള ഉൾക്കടമായ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് പ്രവാസ ലോകത്ത് ജീവിക്കുന്നത്. ശ്രീ റഷീദ്, ഞാനൊന്ന് ഇടയിൽ ചോദിച്ചോട്ടെ, അതാണോ ഇതിന് കുഴപ്പത്തിന് കാരണം? അവിടെ ഉള്ള പ്രയാസങ്ങൾ നാട്ടിൽ അറിയിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് എന്ന് നാടിനെ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ, ബന്ധുക്കളെ ഒക്കെ അറിയിക്കണം. ഇതെന്തോ പണം കായ്ക്കുന്ന എന്തോ മരമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ബന്ധുക്കളും ഒക്കെ ഇത് തിരിച്ചറിയണം, അല്ലേ? ഇല്ല, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അതൊന്നല്ല. ഇന്ന് ഓരോ ദിവസവും നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും നമ്മൾ ഓരോ മിനിറ്റിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ, നേരെ മറിച്ച് ഈ പറയുന്നത് നേരത്തെ നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കും. പക്ഷെ ഇപ്പൊ അതൊന്നുമല്ല അവസ്ഥ. നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അപൂർവം ചില വീടുകൾ, അത് ഒറ്റപ്പെട്ട വീടുകൾ ഉണ്ടാവാം, ഇല്ല എന്നല്ല. നേരത്തെ പറഞ്ഞ ആള് പറഞ്ഞതുപോലെയൊന്നുമല്ല. അപൂർവം ചില വീടുകൾ ഉണ്ടാവാം ആർഭാടമായി മുന്നും വഴിയൊന്നും ആലോചിക്കാതെ ചെയ്യുന്ന അപൂർവം വളരെ 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 കുറഞ്ഞ ഒരു വിഭാഗമുണ്ട് എന്ന് വിചാരിച്ച് എല്ലാവരെയും ആ രീതിയിൽ കാണുന്നത് ഒട്ടും ശരിയല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയേറെ വേദനയുണ്ടാക്കുന്ന, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നേരത്തെ നമുക്കറിയാലോ, വയനാട്ടിലെ ചുരൽമലയിലും മുണ്ടക്കയത്തും ഉണ്ടായ ഒരു അത്യാഹിതത്തിൽ ഒരു കുടുംബത്തിൽ 8 ആളുകൾ മരണപ്പെട്ട ഒരിടത്തേക്കാണ് ഒരു പ്രവാസി വന്നത്. ഇന്നിതാ സ്വന്തം മകന്റെ കൈകൊണ്ട് അവന്റെ കൂടപ്പിറപ്പിനെയും മറ്റേ കൊച്ചനുജനെയും കൊലപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ വളരെ ക്രൂരമായ ഒരു സവിശേഷമായ ഒരു സാഹചര്യം ഇത് എന്തുകൊണ്ടുണ്ടായി? കേരളം ലഹരിയിലാണ്, കേരളം മദ്യലഹരിയിലാണ്, ലാസലഹരിയിലാണ്. ഈ ഒരു സാഹചര്യത്തെ മാറ്റിയെടുക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാവണം. ആ വിഷയം നമുക്ക് മറ്റൊരു ദിവസം വളരെ വിപുലമായി ചർച്ച ചെയ്യണമെന്ന് എന്നാണ് ഞാനും കരുതുന്നത്. ഏതായാലും കൊയിലാണ്ടിയിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന് സന്തോഷം. സതി ബാബുരാജ് എന്നോടൊപ്പം ചേരുന്നു. മനു, മനസ്സാക്ഷിയുള്ളവർക്ക് ഇത് കണ്ടിരിക്കാൻ കഴിയില്ല. ഈശ്വരൻ അദ്ദേഹത്തിന് ശക്തി നൽകട്ടെ എന്ന് പറയുന്നു. സതി ബാബുരാജും അവരുടെ ഭർത്താവും നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകരാണ്. ഒപ്പം സതി ബാബുരാജും ചില പൊതുപ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരം ആളുകൾക്കൊന്നും കണ്ടിരിക്കാൻ കഴിയാത്ത വേദനയാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് നൽകുന്നത്. തിലകൻ എന്നോടൊപ്പം ചേരുന്നത് തൃപ്പൂണിത്തറയിൽ നിന്നാണ്. ശ്രീ തിലകൻ,
ഈ നാടിനെ ഇങ്ങനെ വേദനിപ്പിക്കുക? നമ്മുടെ ഒരു പ്രവാസി എന്ന് പറയുമ്പോൾ കേരളത്തിന് അത്ര പ്രിയപ്പെട്ട ഒരാളാണ്. അവരുടെ പ്രയാസങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ആളുകളിൽ നിന്ന് കേട്ടറിഞ്ഞും അവർ അയച്ചു തരുന്ന വിഷ്വൽസിൽ നിന്നൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇതെല്ലാം വലിയ ത്യാഗം ചെയ്താണ് ഒരു പ്രവാസി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നാടിനും വേണ്ടി വലിയ ത്യാഗം ചെയ്താണ് ഇവിടെ നിന്ന് പോകുന്നത്, അവിടെ പ്രയത്നങ്ങൾ അവർ ജോലിയിലെടുക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ദുരവസ്ഥകൾ വരുമ്പോൾ നമ്മൾ അവരെ കുറേ കൂടി സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും സാറ് പറഞ്ഞതിന് 100% അവരെ ചേർത്ത് പിടിക്കുക തന്നെ വേണം. ഇവിടെ ഞാനൊരു കാര്യം വ്യത്യസ്തമായിട്ട് സൂചിപ്പിക്കാൻ ഒന്ന് പറയും, രണ്ടാമത് വേറൊരു ഇതും പറഞ്ഞു. ഞാൻ പറയണത് സാറെ, കുടുംബജീവിതത്തിന്റെ ആ കെട്ടുറപ്പിന് വേണ്ടി കുടുംബം മുന്നോട്ട് കൊണ്ട് മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയാണ് ഇപ്പൊ ഒരു ഭർത്താവ് അവിടെ പോയി പണിയാണ്. എനിക്ക് അറിയാവുന്ന ഒരു പ്രവാസിയുണ്ട്, സത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം ഞാനീ പറയുന്നത്. അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് ആ വെയിലത്ത് കഷ്ടപ്പെടുമ്പോ ഇവിടെ ഭാര്യ അറമാദിച്ച് വേഷം കെട്ട് കാണിച്ച് പേര് കാണിച്ച് നടക്കുന്ന ഒരു ഭാര്യ എനിക്കറിയാം. ഇങ്ങനെ നടക്കുന്ന അനേകരുണ്ട്. പക്ഷെ പ്രവാസി അവിടെ ചെയ്യുന്ന കഷ്ടപ്പാട് മനസ്സിലാക്കി ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ അടുത്ത് നിൽക്കേണ്ടത് ഭാര്യയാണ്. ഭാര്യ എപ്പോഴും ചേർത്ത് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും മക്കൾക്ക് കൈമാറുകയും ചെയ്യണം. അവിടെ അദ്ദേഹം ചെയ്യുന്ന പണിക്ക് കിട്ടുന്ന ആ പൈസ അതുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. ഇത് ആക്രാന്തവും ഇതൊക്കെ വരുമ്പോഴാണ് ജീവിതത്തിന്റെ ഇത് താളം തെറ്റിപ്പോണം. ഞാൻ അതോടൊപ്പം തന്നെ ഇന്ന് വന്ന ആ ചേട്ടന്, ഇന്നിപ്പോ വെഞ്ഞാറമൂടിൽ വന്നിരിക്കുന്ന അദ്ദേഹത്തിന് ഞാൻ എന്റെ ഹൃദയം പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ രണ്ടുപേര് പാട്ട് പാടി ഞാൻ നിർത്താം. ഉറ്റവരെല്ലാരും കൈവിട്ട വേളയിൽ നിൻ സ്നേഹം മാത്രം എന്റെ ആശ്രയം, ഒറ്റയ്ക്കിരുന്നു ഞാൻ തേങ്ങിയ നാളതിൽ ദൈവമേ, ഒറ്റയ്ക്കിരുന്നു ഞാൻ തേങ്ങിയ നാളതിൽ നിന്നുടെ കരം എന്നെ ചേർത്തണച്ചു. ദൈവത്തിന്റെ കരം ആ മകനെ ചേർത്തണയ്ക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി താങ്കൾ പ്രതികരിച്ചതിന്. അജയ് കുമാർ എന്നോടൊപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചേർന്നുണ്ട്. ശ്രീ അജയ് കുമാർ ഒരു പ്രവാസിയാണെന്നോ മറ്റോ എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നല്ലോ, അല്ലേ? ആണോ? ഞാനൊരു പ്രവാസിയായിരുന്നു, 36 വർഷം വിദേശത്ത് ജോലി ചെയ്താണ്. അതെ അതെ, ഞാനത് ഓർക്കുന്നു. അപ്പം മനു, എനിക്കിത് പറയാനുള്ളത് വളരെ ദൗർഭാഗ്യകരമായ സംഭവം. അദ്ദേഹത്തിന് ഇതൊക്കെ നേരിടാനുള്ള ശക്തി സർവേശ്വരൻ കൊടുക്കട്ടെ എന്ന് ആദ്യമായിട്ട് പറയുന്നു. പിന്നെ ഇത് കേവലം ഒരു പ്രവാസിയുടെ പ്രശ്നം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് മയക്കുമരുന്നിന്റെ നമുക്ക് പറയാതിരിക്കാൻ, പക്ഷേ ഇവിടെ അങ്ങനെ മയക്കുമരുന്നിന്റെ ഒരു ഇഷ്യൂ അല്ലല്ലോ. ഇവിടെ ഇത് കടവും കാര്യങ്ങളുമാണ്. അപ്പൊ ഈ മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ കുടുംബത്തെ കുറെ കൂടി നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. ഇങ്ങനെ ഇത് ചെയ്യാൻ അനുവദിക്കാതിരിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ഇപ്പോൾ മരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഇവിടെ മടങ്ങിയെത്താൻ എത്ര ദിവസങ്ങൾ എടുക്കുന്നു എന്നുള്ളത്, അതും പലരുടെയും സഹായത്തോടു കൂടിയാണ് അദ്ദേഹം വരുന്നത്. ഇപ്പോൾ അവിടെ നിന്നൊരു അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ അവിടെ എവിടെയോ കുടുങ്ങിപ്പോയത് കൊണ്ടാണ്. പിന്നെ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചിരിക്കുന്നത് അവിടെ ഇവിടെ ഒരുപോലെ തന്നെ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചിരിക്കുന്നത്, അതിനൊക്കെ നമ്മൾ എന്ത് അഭിപ്രായം പറയാനാണ് അതിന്? അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ് തന്നെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ, പ്രത്യേകിച്ച് അച്ഛന്റെ കൂടെ അല്ലാതെ മക്കൾ വളർന്നു വരുന്നിടത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു സംഭവമാണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് അമ്മയെ കുറ്റപ്പെടുത്താം, ആ കുട്ടിയെ തന്നെ കുറ്റപ്പെടുത്താം. പക്ഷെ വിഷയം എനിക്ക് തോന്നുന്നതിനകത്തിൽ ആ പയ്യൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ടൊക്കെ പല പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ എഴുതിയതായിട്ട് ഞാൻ കണ്ടു. കാരണം ഒരു സ്വബോധത്തിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കൃത്യങ്ങളല്ല ആ പയ്യൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം കേരളത്തിലെ യുവത്വങ്ങൾ അത് ഈ ഒരു വിഷയത്തിൽ ഒരുപക്ഷെ അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി നിർത്തുക. ഈവൻ അല്ലാതെ തന്നെ കേരളത്തിലെ യുവത്വങ്ങൾ വളരെ വ്യാപകമായിട്ട് മയക്കുമരുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നല്ല പറഞ്ഞത്, പോയി കഴിഞ്ഞു. താങ്കളുടെ അഭിപ്രായം ഏതായാലും ഒരു പ്രവാസി എന്ന നിലയിലുള്ള അഭിപ്രായം വളരെ പ്രസക്തമാണ്. അജയ് കുമാർ കുറച്ചു കാലം അദ്ദേഹവും ഈ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ട് ഒരുപക്ഷെ കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്ന ഒരാളാണ്. ജോസ് കുര്യൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ജോസ് കുര്യൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൃശ്ശൂർ മർത്താക്കര എന്നാണ്. ശ്രീ ജോസ് കുര്യൻ, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഇതിപ്പോ ഈ ഒരു കേസ് പർട്ടിക്കുലർ ആയിട്ട് നമ്മള് ഞാന് കേൾക്കുന്നു, പറയൂ. അതെന്താ വെച്ചാല് നമ്മൾ മൊത്തത്തിൽ നമ്മുടെ സമൂഹം ആകെ മാറ്റം വന്നിട്ടുണ്ട്. യൂത്ത് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പോലെയാണ് കാണുന്നത്. ഇത് ഒരു കേസ് മാത്രമായിട്ടല്ല പറയുന്നത്. അപ്പൊ അത്
അപ്പോ അതെന്താന്ന് വെച്ചാൽ അത് പലപ്പോഴും ഈ രക്ഷിതാക്കൾക്ക് അവരെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലരും ജോലി ആവശ്യങ്ങൾക്കായി തിരക്കിലാവുന്നു, ചിലർ മാറി നിൽക്കുന്നു. ഇപ്പോൾ പ്രവാസികളാണെങ്കിൽ അവർക്ക് വേറൊരു രാജ്യത്താണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് അതേപോലെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണോ അതിന് കാരണമായി വരുന്നത്? സാർ അത് കുറേയൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഇപ്പം നമ്മൾ ഓരോ ഫാമിലിയും ചിന്തിക്കണം എന്നുള്ള ചിന്ത എനിക്ക് വരും. അതായത് അവരുടെ അപ്പനും അമ്മയും കുട്ടികളെ യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് നിയന്ത്രിക്കാനുള്ള ഒരു ആർജവത്വം കാണിച്ചില്ലെങ്കിൽ ഇത് പ്രശ്നമാണ്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീമായ എന്നൊരു പ്രേക്ഷക നമ്മുടെ പൊതുവേദിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അവരെനിക്ക് ഒരു സ്റ്റിക്കറൊക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ വരുന്നു. ഞാൻ അടുത്ത പ്രേക്ഷകനിലേക്ക് വരുന്നു. ഏതായാലും മുറ്റവരെ തേടി വന്ന റഹീമിന് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. യെസ്, പൊതുവേദി തുടരുകയാണ്. നമ്മുടെ പ്രേക്ഷകൻ, അടുത്ത പ്രേക്ഷകൻ പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ ഷാജിയാണ്. ശ്രീ ഷാജി, ഇത് കേരളം ഈ ദൃശ്യം കാണുമ്പോൾ ഇങ്ങനെയൊരു സംഭവം നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ ഓർമ്മകളിലില്ല. ചിലപ്പോൾ അപകടങ്ങളുണ്ടായി വിദേശത്തുള്ള പ്രവാസികൾ വരുമ്പോഴും നമുക്ക് അതൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അവരുടെ കുടുംബാംഗങ്ങൾ മരിക്കുമ്പോൾ വിദേശത്ത് നിന്ന് പ്രവാസികൾക്ക് പെട്ടെന്ന് ഓടി വരേണ്ട ഒരു പ്രയാസം, ആ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നാട്ടിലെത്തിക്കിട്ടാൻ, അത് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നിലധികം ആളുകൾ മരിക്കുമ്പോൾ പ്രവാസികൾ ആ വേദനയോടുകൂടി അവിടെ നിന്ന് ഇവിടെ എങ്ങനെയെങ്കിലും നാട്ടിലെത്താൻ കാണിക്കുന്ന ആ വ്യഗ്രതയും അതിനെടുക്കുന്ന പ്രയത്നവും ഒക്കെ നമ്മൾ കാണുന്നു. ഇവിടെ അതല്ല. ഇവിടെ കൊലയാളിയും സ്വന്തം മകനാണ്. ഇതുപോലെ ഒരു സാഹചര്യം ഓർമ്മകളിലില്ല. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? യെസ്, ഞാൻ ഷാജിയിലേക്ക് മടങ്ങി വരാം. ഏതായാലും വ്യാഴാഴ്ച 12:15 ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് റഹീം തിരിച്ചത്. റിയാദിൽ നിന്ന് ആണ് റിയാദിൽ ഒരു കട നടത്തുകയായിരുന്നു അദ്ദേഹം. റഹീം പലതരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതൊക്കെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് അദ്ദേഹം കരുതിയിരുന്നു. സാമ്പത്തിക നിയമ പ്രശ്നങ്ങൾ കുടുങ്ങി നിൽക്കുന്നതിനിടെ നാട്ടിൽ മറ്റൊരു ദുരന്തം വന്നു ചേരുകയാണ്. ചെറിയ പ്രശ്നങ്ങൾ സാമ്പത്തികമൊക്കെ അദ്ദേഹത്തിന് പരിഹരിക്കാൻ കഴിയുന്നതായിരുന്നു എന്ന് കരുതുന്നവരുണ്ട്. അഫാൻ്റെ പിതാവിൻ്റെ മാതാവ് സൽമ ബീബി എന്ന 88-കാരിയാണ് കൊല്ലപ്പെട്ട ഒരാൾ. അതുപോലെ അനുജൻ അഫ്സാൻ, പ്രതിയുടെ സുഹൃത്തായ ഫർസാന, അഫ്സാൻ്റെ പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ആ കപടത്തിലേക്കാണ് മനുഷ്യൻ മടങ്ങിയെത്തിയത്. രാജേഷ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രീ രാജേഷിന് ഈ സംഭവം കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ഒരു കുടുംബത്തെ ചേർത്ത് നിർത്താൻ കഴിയാതെ പോയതിൻ്റെ പ്രശ്നമാണോ, അതോ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഈ കടബാധ്യതകളെ സംബന്ധിച്ചുള്ള സാഹചര്യങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണോ? രാജേഷ് എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇത് ഭയങ്കര ഭീകരമായ ഒരു ഇതാണ്. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ, അത് മയക്കുമരുന്നിന് അടിമകളായിട്ടും മറ്റുള്ളവരിലൊക്കെ ചെയ്യുന്നു. ഈ സാമ്പത്തിക പ്രശ്നം എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ അവ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയധികം ബാധ്യതയൊക്കെ ഉണ്ടാകുന്നതും പിന്നെ ഗൾഫിലൊക്കെ ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ ചെറിയ ഒരു ചെക്ക് കേസിലോ ചെറിയ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയാലും യാത്രാവിലക്ക് ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇത് കേരളത്തിൽ ഇതിന്റെ മാത്രം ഇതിങ്ങനെ ഒരു കൊടും ക്രിമിനൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. പെട്ടെന്ന് ഉണ്ടായ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് ഒരു ഒരുപാട് കാലത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് കാണുന്നത്. അപ്പൊ അത് ഭയങ്കര ഞെട്ടലോടെയാണ് കാണാൻ പറ്റുന്നത്. അതായത് സുപ്രഭാതത്തിൽ തോന്നുന്ന കാര്യമായിട്ട് കരുതാൻ കഴിയില്ല. ഒരു കുടുംബം എല്ലാവരും ഇത്രയും ഭീകരമായിട്ട് കൊല്ലാനുള്ള ഒരു അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കൊലപാതകം നടത്തുമെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ എന്തുണ്ടോ എന്നുള്ള ഒരു സംശയത്തിലാണ്. യെസ്, ഏലിയാസ് എന്നോടൊപ്പം ചേരുന്നത് എറണാകുളത്തു നിന്നാണ്. ശ്രീ ഏലിയാസ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ഏലിയാസിന് എന്ത് തോന്നുന്നു? ഈ കുഞ്ഞുങ്ങളെ, യുവാക്കളെ അവരെ നേർവഴിക്ക് നയിക്കാൻ ഇപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് പലപ്പോഴും കഴിയുന്നില്ല. അത് അവർ പലരും പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നാണ് നമ്മൾ കുറ്റം പറയുന്നത്. തിരക്ക് പിടിച്ച ജോലികളും ജീവിതത്തിനുമിടയിൽ ചിലപ്പോൾ അവർക്ക് അങ്ങനെ നമുക്ക് എല്ലാ ഘട്ടത്തിലും അവരുടെ പുറകെ പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒപ്പം അവരെ ഇങ്ങനെ തെറ്റുകളിലേക്ക് നയിക്കാൻ പ്രലോഭിപ്പിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ അവർക്ക് മുന്നിലുണ്ട് താനും. ശ്രീ ഏലിയാസ് ഇത് നോക്കിക്കാണുമ്പോൾ ഈ പ്രവാസിയുടെ മടങ്ങി വരുവും ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയും ഒക്കെ കാണുമ്പോൾ അങ്ങക്ക് എന്ത് തോന്നുന്നു?
യെസ്, ഞാൻ മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രഘു, കേൾക്കാമോ? ആ, താങ്കൾ ഈ സാഹചര്യം കണ്ടിട്ട്, ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് എന്താണ് മനസ്സിലാക്കിയത്, എന്താണ് തോന്നുന്നത്? ഇതിലേ ഇപ്പോ ഈ നമുക്ക് സഹതാപവും മറ്റു കാര്യങ്ങളും അല്പം മാറ്റി നിർത്തിയാൽ അങ്ങൊരു കാര്യം മനസ്സിലാക്കുക. 25 വയസ്സിൽ താഴെയുള്ള ആരെങ്കിലും പൊതുവേദിയിൽ വിളിക്കാറുണ്ടോ? ഒന്ന് മനസ്സാറ് പറയാമോ? വിളിക്കാറുണ്ട്. 25 വയസ്സുള്ള ആളുകൾ വിളിക്കാറുണ്ട്. സ്കൂൾ കുട്ടികൾ വിളിച്ചിട്ടുണ്ട്. അത് അവരുടെ വിഷയങ്ങൾ എടുക്കുമ്പോൾ, ഇപ്പോൾ +2 വിഷയം എടുത്തപ്പോൾ ഒരു പെൺകുട്ടി വിളിച്ചു, എനിക്ക് +2 ആണ്. അപ്പൊ അവരുടെ വിഷയങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ വിളിക്കാറുണ്ട്. പിന്നെ അവർ സ്വാഭാവികമായി ഇപ്പോൾ സ്കൂളിലായിരിക്കും. അതായത് എന്താന്ന് ഞാൻ പറയുന്നത്, ഇതിലെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറുപ്പക്കാരും ശരിക്കും പറഞ്ഞ വാർത്തകൾ, ഞാൻ ഒരുപാട് കുടുംബങ്ങളുടെ കാര്യം നോക്കുക, ഈ വാർത്തകളൊന്നും ഇവർ കേൾക്കുന്നു പോലുമില്ല. അപ്പോൾ അവർ ചിലപ്പം മറ്റുള്ളവർ പറയും അവര് ഈ ഇപ്പോഴത്തെ പുതിയ മൊബൈലിലൂടെയുള്ള മാധ്യമങ്ങൾ കേൾക്കുന്നുണ്ടാവുന്നു. പക്ഷെ ഇവർ പൊതുവായ കാര്യങ്ങൾ ഇവർ കേൾക്കുന്നേ ഇല്ല. ഈ ചെക്കന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും ശരി, അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇവന്റെ പോക്ക് മുൻപ് മുതലേ ശരിയല്ലായിരുന്നു. ആർഭാട ജീവിതം ഇവൻ ആഗ്രഹിച്ചിരുന്നു. ഇവന്റെ ഉള്ളിൽ ഒരു ക്രൂരത. ഇതിന് പ്രധാന കാരണം ഞാൻ ശിവജി ആയിരുന്ന കാലത്തും അങ്ങയോട് ഞാൻ പറഞ്ഞിരുന്നു, ഭക്തി എന്ന ദൈവത്തോടുള്ള ഭയം എന്ന് നഷ്ടപ്പെടുന്നു. ഞാൻ 5 വയസ്സായിട്ട് RSSന്റെ ശാഖയിൽ പോയിരുന്ന മനുഷ്യനാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ശിവജിയും രഘു ഒരാൾ തന്നെയാണല്ലേ? അല്ലെന്ന് ചിലപ്പോ അത് ചേട്ടന്റെ സൗണ്ട് എന്റെ സൗണ്ട് ഒരുപോലെയാണെന്ന് ശ്രീനിവാസൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കാം ചിലപ്പം. നമുക്ക് അങ്ങനെ പോട്ടെ. എന്തിനാണ് അങ്ങനെ പേര് മാറ്റി വിളിക്കുന്നത്? എന്തിനാണ് സ്വന്തം പേര് പറഞ്ഞൂടെ? ഇപ്പൊ അതിന് കാരണം കിരൺ സാറാണ്. എന്റെ ഫോണിൽ പല പ്രാവശ്യം വിളിച്ചപ്പോ അങ്ങനെ അപ്പൊ തന്നെ കട്ട് ചെയ്ത് കൊണ്ടാണ്. അല്ലാണ്ട് ഞാനൊരു ഭീരുവായിട്ടൊന്നുമല്ല. അങ്ങനെ തന്നെ വിളിക്കാൻ എനിക്കൊരു മടിയില്ല. പക്ഷെ എന്റെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് പൊതുവരിയിലെ ആദ്യ പ്രേക്ഷകനാണ് ഞാൻ, ആദ്യകാലത്തെ പ്രേക്ഷകനാണ്. അപ്പൊ പക്ഷേ എന്തായാലും ഇനി അങ്ങനെ ഞാനിരിക്കുന്ന ദിവസം അങ്ങനെ ചെയ്യണ്ട. കിരൺ ബാബു അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഫോൺ ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല. ശ്രീ ശിവജി, ഇതിലെന്താ രസകരമായ കാര്യം എന്ന് വെച്ചാൽ, ഫോൺ ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല. എൻ്റെ 2 കൈകൾ കണ്ടില്ലേ? ഫോൺ വേറൊരു തരത്തിൽ നിന്ന് ഒരു ഇടത്തു നിന്നാണ് ഞങ്ങൾക്ക് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ ഞങ്ങൾ അതിൽ പേര് മാത്രമേ അങ്ങനെ ഏറ്റവും കൂടുതൽ പൊതുവരിയുടെ തൊട്ടക്കാലത്ത് പോലെ ഇഷ്ടപ്പെട്ടിരുന്നതും നമ്മൾ അത്രേതായിട്ട് പെരുമാറിയ വ്യക്തിയാണ് ഞാൻ. ഇതേപോലെ പട്ടാമ്പിന്ന് താങ്കൾ സഞ്ചരിച്ചു തുടങ്ങിയാൽ കാസർഗോഡ് വരെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ 9 മണി 10 മണി രാത്രികളിൽ, ഞാൻ പറയുന്നത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം, 10 മണി രാത്രികളിൽ 18ഉം 20ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ മുഴുവൻ മന്തിക്കടയിലും മറ്റേ കടയിലുമാണ്. താങ്കളെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്നത് വളരെ സത്യസന്ധമായാണ്. പട്ടാമ്പിന്ന് കാസർഗോഡ് വരെ പോവുക, വൈകുന്നേരങ്ങളിൽ ഉണ്ടാവുന്ന ഇത്തരം ഈ മാംസം വിൽക്കുന്ന മാംസം നേരിട്ട് ചെത്തി വിൽക്കുന്ന കടകളിൽ ഇത്തരം കുട്ടികളുടെ 11-12 മണി വരെ ഇവരുടെ ആഘോഷമാണ്. എന്താ അറിയോ? ഗൾഫിൽ കിടക്കുന്നവൻ അധ്വാനിക്കുന്ന പണം കൊണ്ട് തള്ളയുടെ തള്ളേനെയും അനുസരിക്കാതെ ഇവന്മാര് കാണിച്ചു കൂട്ടുന്ന കൂത്താട്ടങ്ങളെ കുറിച്ച് അങ്ങ് മനസ്സിലാക്കണം. നിങ്ങൾ ശരിക്ക് അതേക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ പറയും ഞാൻ വർഗീയത പറയുന്നത്. ഇത്തരം ഗൾഫുകാരുടെ കുട്ടികൾ കാണിച്ചു കൂട്ടുന്ന കൂത്താട്ടങ്ങൾ താങ്കൾ മനസ്സിലാക്കണം. ഇവന്മാർക്ക് അപ്പനമ്മമാരുടെ അവിടുത്തെ ദുഃഖം ഉമ്മാർക്ക് അറിയില്ല. ഉമ്മാർ ആർഭാട ജീവിതം ആഗ്രഹിക്കുന്നു. അതില് വർഗീയതയില്ല. അതില് എല്ലാ വിഭാഗക്കാരും അതുപോലെ തന്നെ സമ്പന്നരായ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ആളുകളുടെ മക്കൾ ഒരുപക്ഷെ അത് പറഞ്ഞു പോയാൽ അപ്പൊ വർഗീയത എന്ന് പറയും. ഇല്ലല്ല, ഞാൻ വർഗീയത എന്ന് പറയില്ല. അതിൽ വർഗീയതയൊന്നുമില്ല. അതിലല്ല ഞാൻ പറയുന്നത്, അതിൽ ഒരു വിഭാഗത്തിന്റെ അല്ലാതെ എല്ലാ വിഭാഗത്തിലെ ആളുകളുടെയും കുട്ടികൾ ഇതുപോലെയൊക്കെ. എന്റെ മനസ്സാറിന്റെയും ഒക്കെ കുടുംബങ്ങളിൽ സന്ധ്യാനാമം ചൊല്ലുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഈശ്വരനിൽ നിന്ന് അകന്നാൽ ഇതുണ്ടാവും. ഞാൻ പറയുന്നു, ആരെയും പേടിയില്ലാത്ത അവസ്ഥ വരുന്നത് ഈശ്വരനെ മറക്കുമ്പോഴാണ്. നമ്മൾ ആത്മീയത പുറകിലേക്ക് കൊണ്ടുവരണം. ഞാൻ പറയുന്ന കള്ളസ്വാമികളുടെ കാര്യമൊന്നും അല്ല കേട്ടോ. നമ്മൾ മനുഷ്യനെ തീർച്ചയായും ഈശ്വരനിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ ഇത് മാറും. ബന്ധങ്ങളുടെ വില മനസ്സിലാക്കുമ്പോൾ ഇത് മാറും. അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ നമ്മുടെ മുകളിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ മുത്തശ്ശൻ, അതിന്റെ ആ സ്നേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇത് നഷ്ടപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇവിടെ ഈശ്വര വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസം തന്നെയാണ്. ഒരു സംശയവും വേണ്ട. താങ്കൾ പക്ഷെ അതിന് ഈ മന്തി കഴിക്കാൻ പോകുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ വളരെ കുറവാണല്ലോ. അവര് മന്തി അതല്ല ഞാൻ പറഞ്ഞേ, ഈശ്വര വിശ്വാസം നഷ്ടപ്പെടുന്നു സ്കൂളുകളിലും കോളേജുകളിലും. ഞാനൊക്കെ ആലത്തൂർ SN കോളേജിൽ പഠിക്കുമ്പോൾ SFI കാണിച്ചു കൂട്ടുന്ന വൃത്തികേട് കണ്ടു വളർന്നവനായാലും. ശരി, ഓക്കെ. ഏതായാലും സന്തോഷം. താങ്കൾ പേര് മാറ്റി ഇനി വിളിക്കേണ്ട കാര്യമില്ല. നമുക്ക് പൊതുവേദിയിൽ
ആളുകൾ അവരുടെ സ്വന്തം പേരിൽ തന്നെ വിളിക്കുന്നതാണ് സന്തോഷം. ഞാനുള്ളപ്പോൾ കേട്ടോ, കിരണിനോട് ഞാൻ പറയാം, അങ്ങനെ സാധ്യതയില്ല. ഷാജി ഭാസ്കർ പറയുന്നത് ശിവജിയും രഘുവും ഒന്നാണ് എന്ന് മുമ്പേയും ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ദീപുവും പറഞ്ഞിട്ടുണ്ട്. ശിവജി തെറി പറഞ്ഞു, അങ്ങനെയാണ് ഫോൺ കട്ട് ചെയ്തത് എന്ന് ഷാജി ഭാസ്കർ പറയുന്നത്. ഏതായാലും തെറി പറയുന്നത് ശരിയല്ല. ആരായാലും നമുക്ക് സഭ്യമായ ഭാഷയിൽ സംവദിക്കാനാണ് പൊതുവേദിയിൽ സഭ്യമായ ഭാഷയിൽ സംവദിക്കുമ്പോഴാണ് നമ്മൾ കേരളത്തോട് സംവദിക്കാൻ നമുക്ക് കഴിയുന്നത്. അങ്ങനെയാണ് പൊതുവേദി ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായി മാറുകയും ഒക്കെ ചെയ്യുന്നത്. കിഷോർ കോന്നി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹം പൊതുവേദിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഉറ്റവരെ തേടി ഒരു മനുഷ്യൻ വരികയാണ്. ആ മനുഷ്യൻ്റെ വേദന നമ്മൾ കാണുകയാണ്. അത് ആദ്യം ഈ സംഭവം കേരളത്തെ നടുക്കിയ ഒരു വിഷയമാണ്. കാരണം 88 വയസ്സായ ഒരു വൃദ്ധയാണ് കൊല്ലപ്പെടുന്നത്. പിന്നെ 13കാരൻ ഈ കൊല്ലപ്പെട്ടവരിലുണ്ട്. അതുപോലെ ഒരു 19കാരി പെൺകുട്ടി, അവളെ സ്നേഹിച്ച ഒരാൾ അതിൽ പ്രതിയാണ് എന്ന് വരുന്നു. അതിനുശേഷമാണ് ഇതിൻ്റെ നടുക്കം കേരളം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ നടുക്കത്തിൽ നിന്നൊരു തേങ്ങലിലേക്ക് കേരളം വരികയാണ്. ഈ മനുഷ്യൻ്റെ വേദനയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെ ഇത് താങ്ങാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു എന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഹേമലത എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ഹേമലത എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ചാലക്കുടി സാർ പറയട്ടെ. നമസ്കാരം. ആദ്യം തന്നെ നമസ്കാരം സാറേ. ഞാനൊരു 35 വർഷം കഴിഞ്ഞ പ്രവാസിയാണ്. ഞാൻ അവിടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു, മെഡിക്കൽ സ്റ്റാഫായിരുന്നു, ഗവൺമെന്റ് ആശുപത്രിയിലെ സ്റ്റാഫ്. ഹസ്ബൻഡ്, ഞങ്ങൾ എല്ലാവരും, മക്കളൊക്കെ അവിടെ മെഡിക്കൽ സ്റ്റാഫാണ്. എന്ന് വെച്ചാൽ നല്ല രീതി ഞങ്ങൾ ഫാമിലിയായിട്ട് താമസിച്ചവരാണ്. അവിടെ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ ഈ ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാര് വണ്ടി കഴുകി 5 ദർഹം ഒരു വണ്ടി ഞങ്ങൾ കൊടുക്കും. ആ 5 ദർഹം അവര് കൺവേർട്ട് ചെയ്ത് നാട്ടിലോട്ട് ഉടനെ അയക്കലാണ്. പിള്ളേരും ഭാര്യയും മക്കളും ഒക്കെ സുഖമായിട്ട് താമസിക്കണം. അങ്ങനെയുള്ള ഈ കാണിച്ചു കൂട്ടുന്ന ഈ നാട്ടില്. പക്ഷെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടാവുന്നില്ല. പിള്ളേരുടെ PTA മീറ്റിംഗ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഞങ്ങൾ ഗൾഫിൽ നിന്ന് പറയാം, എല്ലാ മാസവും എക്സാം കഴിഞ്ഞാൽ PTA മീറ്റിങ്ങിന് പോകണം ഞങ്ങൾക്ക്. അത് ഞങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് പോയിന്റ് കുറയും. ഇവിടെ അങ്ങനെ കമ്പൽസറി പിള്ളേർക്ക് പേരൻസ് ചെല്ലണം. ഞങ്ങളുടെ തൊട്ടിപ്പുറത്ത് ചാലക്കുടി 2 വശം വഴിയാണ്. ഒരു വശം ITA പഠിക്കുന്ന പിള്ളേര് പോകുന്ന പേക്കൂത്ത് കാണണം സാറേ. ഇവിടെ കണ്ടു നിൽക്കാൻ പറ്റില്ല. പെൺകുട്ടികൾ ക്ലാസ്സിൽ ചെല്ലുന്നില്ല. ഈ കഞ്ചാവ് പ്ലാവിന്റെ ഒക്കെ ചോട്ടിൽ നിന്നൊക്കെ നേരെ ഞങ്ങളുടെ ഈ CCTV വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സിഗരറ്റ് പകുതി മുറിച്ചാണ് കൊടുക്കുന്നത് രണ്ടാളും. എന്നിട്ട് അതിൽ പഞ്ചസാര ഇടുന്ന പോലെ എന്തൊക്കെ ഇട്ടിട്ടിട്ട് കുടഞ്ഞ് സിഗരറ്റിന്റെ അകത്താക്കിയിട്ടാണ് നിങ്ങൾ വലിക്കുന്നത്. പേരൻസ് മസ്റ്റായിട്ട് പിള്ളേരുടെ സ്കൂളിൽ ചെന്ന് അന്വേഷിക്കണം. ഇപ്പോഴത്തെ കാലത്ത് അവരെ കുറ്റം പിടിച്ച കാലം, അവര് ബിസിയാണ്, തൊഴിലുറപ്പ് ഇതൊന്നും പറഞ്ഞ് അവര് നടക്കുകയാണ് പിള്ളേരെ പോറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ പിള്ളേര് 10 വയസ്സ് കഴിഞ്ഞാൽ പിള്ളേര് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെ ബൈക്കിൽ സ്കൂട്ടി, 15 വയസ്സായ പിള്ളേരോട് സ്കൂട്ടി ഓടിച്ചിറക്കുന്നുണ്ട്, ലൈസൻസ് ഇല്ല. അത് പേരൻസ് ചോദിക്കണം, നിനക്ക് എവിടുന്നാടാ ലൈസൻസ്, നീ എങ്ങനെ സ്കൂട്ടി ഓടിക്കുന്നു ഇല്ലേ? എനിക്ക് 2 പിള്ളേരാണ് സാറേ. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഈ പിള്ളേരെ അവിടെ വെച്ച് ഞങ്ങൾ ഇതൊക്കെ ഓർത്തിട്ടാണ് നാട്ടിലോട്ട് വിടാഞ്ഞേ. ഏതായാലും അത് താങ്കളുടെ അല്ലെങ്കിൽ ശ്രീമതി ഹേമലതയുടെ ഈ പ്രതികരണം കേരളം ശ്രദ്ധിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. +2 വരെ സാറേ ഞാൻ പെൺപിള്ളേർ 2 മക്കളെ അവിടെ പഠിപ്പിച്ചു. പിള്ളേര് PhD എടുത്തു നാട്ടിൽ. ഒരാൾ ഫ്രം സൗത്ത് ആഫ്രിക്ക, ഒരാൾ ന്യൂസിലാൻഡ് PhD എടുത്തു. സുഖമായിട്ട് അവർ 2 പേരും ജോലി ചെയ്യുന്നു. അവർ അതാത് മീറ്റിംഗിൽ ഞങ്ങൾ വിളിക്കുമ്പോൾ നോട്ടീസ് തന്നുവിടും. തലേദിവസം ഞാൻ ജോലി ഒഴിവാക്കിയിട്ട് എക്സ്ക്യൂസ് 2 മണിക്കൂർ എടുത്തിട്ട് ഞാൻ പോവും, മീറ്റിങ്ങിന് പോവും. എന്റെ കുട്ടിയുടെ പ്രോഗ്രസ് എനിക്ക് അറിയണം ഇല്ലേ? അതാണ് എല്ലാ പേരൻസും ചിന്തിക്കുക. ഈവൻ നാട്ടിലായാലും ഗൾഫിലായാലും ഏത് രാജ്യം അബ്രോഡ് എവിടെ ആയാലും നമ്മൾ കുട്ടികളുടെ അപ് ടു ഡേറ്റ് നമ്മൾ ഗ്രാഫിൽ എഴുതുന്ന പോലെ നമ്മൾ വീട്ടിൽ ബുക്കിൽ റീഡ് ചെയ്തിരിക്കണം, ശ്രദ്ധിക്കണമെന്നാണ്. ഏതായാലും ഈ നാട്ടിലെ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒരു വലിയ സന്ദേശമാണ് താങ്കൾക്ക് നൽകാനുള്ളത്. വളരെ നന്ദി പ്രതികരിച്ച്. എനിക്ക് മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ കൂടെ വിശദമായ വിഷയം സംസാരിക്കേണ്ടതുണ്ട്. പങ്കജം എന്നൊരു പ്രേക്ഷക വിളിക്കുന്നത് പാലക്കാട് നിന്നാണ് അല്ലേ? സാർ ഞാൻ പാലക്കാട് കുഴൽമന്നം പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. കുഴൽമന്നം എനിക്കറിയാം. അങ്ങനെ എനിക്ക് അയാളുടെ ദുഃഖം കണ്ടപ്പോ ഭയങ്കരമായിട്ട് വിഷമം കൊണ്ട് വിളിച്ചതാണ്. ഞാൻ ആദ്യമായിട്ട് വിളിക്കുകയാണ് ഒരു ചാനലില്. ഈ മനുഷ്യൻ ഇങ്ങനെ കുടുംബത്തെ കാണാൻ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും മരിച്ചിരിക്കുന്നു,
കൊന്നത് മകനാണ് എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ ആ മനുഷ്യന് അതെങ്ങനെ താങ്ങാൻ കഴിയും എന്ന് താങ്കളും ഓർത്ത് കാണും അല്ലേ? ഓർത്ത് കാണും സാർ. ഭയങ്കര വിഷമമായിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾക്ക്. അയാൾ അവിടുന്ന് വണ്ടി ഇറങ്ങി വരുന്ന സീന് കാണുമ്പോഴേക്കന്നെ നമുക്ക് ഇവിടെ ഭയങ്കര വിഷമം, സംസാരിക്കാൻ പറ്റുന്നില്ല അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഏതായാലും ഈ പ്രതിസന്ധി അതിജീവിക്കാൻ അദ്ദേഹത്തിന് ശക്തി ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളും. ശക്തി കൊടുക്കട്ടെ അയാൾക്ക്. യെസ്, വ്യക്തമാണ്. രമണി എന്നൊരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കേട്ടോ. ഇരുമ്പനത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഹലോ, ഞാൻ തൃപ്പൂണിത്തുറ ഇരുമ്പനാണ് സാറ്. ഞാൻ ഈ ന്യൂസ് വായിക്കുകയും ചെയ്തു. ഇപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് ഈ ന്യൂസ് ഇവിടെ വെച്ചേക്കണം, ഹസ്ബൻഡ് വെച്ചേക്കൊണ്ടെന്ന് കണ്ടാണ്. അപ്പൊ ഞാൻ പറയണ ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കുട്ടികൾ കഷ്ടപ്പാടും ഇതൊക്കെ അനുഭവിച്ചാണ് വളർന്നത്. പക്ഷെ ഇന്നത്തെ പിള്ളേർ അങ്ങനെയല്ല. ഇന്നത്തെ പിള്ളേർ അങ്ങനെയല്ല. ഇന്നത്തെ പിള്ളേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കാരണം അവര് ഒരു മായ ലോകത്ത് അകപ്പെട്ടിരിക്കണേന്. കാരണം അവർക്ക് എന്താണ് കുടുംബം, ബന്ധം ഇതൊന്നും അറിയില്ല. ഞാൻ എന്റെ ഫാമിലി തന്നെ പോകുമ്പോഴത്തേക്കും കുട്ടികൾ എന്താ ചെയ്യണം, അവർ നമ്മൊന്ന് കയറി ചെന്നാണെങ്കിൽ അവരറിയാം. പക്ഷെ ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ ഒരാൾ അവിടെ നിന്ന് വരുമ്പോ നമുക്ക് ഒരു ഉത്സവം പോലെയാണ്. ഇന്നത്തെ പിള്ളേർക്ക് അതല്ല. അവർക്ക് വന്ന ആരാണെന്ന് പോലും അവർ നോക്കൂല. അവർ ഫോണിലേക്ക് നോക്കി അവരുടെ സമയം വെറുതെ കളയുന്നതിന്. പിന്നെ എല്ലാ വീട്ടിലും ത്രിസന്ധി നേരത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ അതുമില്ല. കാരണം അവർക്ക് അവരുടേതായ ഒരു രീതിയിലേക്ക് പോയി. അന്നാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ ഇതാ, അവരതൊന്നും ശ്രദ്ധിക്കില്ല. അവർക്ക് അതൊന്നും അല്ല ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് അതല്ല. അവര് മായ ലോകത്ത് അകപ്പെട്ട് സ്വന്തം അച്ഛൻ, അമ്മ ഇവരൊന്നും അവരറിയുന്നില്ല. കുറെ കൂട്ടുകാര് പിന്നെ എങ്ങനെ പൈസ കിട്ടി അവരെങ്ങനെ ചെലവഴിച്ച്. ഇപ്പൊ ഇവിടെ ഇൻഫോ പാർക്കിന്റെ അടുത്താണ് നമ്മുടെ ഇത്. പക്ഷെ അവിടെ ആണെങ്കിലോ എന്തോരം കുട്ടികൾ, പെൺകുട്ടികൾ തന്നെ ദൂര സ്ഥലത്തുനിന്ന് വന്നാണ് അവര് റോഡ് വക്കിലിരുന്ന് കാണിക്കുന്നതൊക്കെ കണ്ട നമുക്ക് തന്നെ ലജ്ജയാവും. ശരി, വ്യക്തമാണ്. ഏതായാലും താങ്കൾ പൊതുവേദിയിലേക്ക് വിളിച്ചു. ഭർത്താവ് പൊതുവേദിയുടെ പ്രേക്ഷകനാണ് എന്ന് പറഞ്ഞ് സന്തോഷം. മറ്റ് പ്രേക്ഷകർ കൂടി കാത്തിരിക്കുന്നത് കൊണ്ടാണ് ആളുകളുടെ പലതരത്തിലുള്ള ആശങ്കകൾ, പ്രത്യേകിച്ച് ഇന്ന് ധാരാളം സ്ത്രീകൾ പൊതുവേദിയിലേക്ക് വിളിക്കുന്നുണ്ട്. സതി ബാബുരാജ് നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് പൊതുവേദിയിലേക്ക് വിളിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഏതായാലും സന്തോഷം. പൊതുവേദിയിലേക്ക് വിളിക്കാൻ കുടുംബത്തോടെ പൊതുവേദി കാണുന്നു എന്നൊക്കെ അറിയുമ്പോൾ തന്നെ വലിയ സന്തോഷം. ഈ സാഹചര്യം, ഈ ദൃശ്യം കണ്ട് ശ്രീമതി താങ്കൾക്ക് എന്തു തോന്നി? അയ്യോ, എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല സാറേ അത് കാണാൻ. അത്രയ്ക്ക് സങ്കടത്തോടുകൂടിയാണ് ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അച്ഛന്റെ ദുരവസ്ഥ, നമ്മൾ എത്ര പേര് മരിച്ചതിന്റെ ഉള്ള ദുഃഖം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മനുവിനോട് എനിക്ക് ശരിക്കും സംസാരിക്കണം അതിയായ ആഗ്രഹമായിരുന്നു. ഏതായാലും ഇത് നമുക്ക് ഒരു കാര്യം പറയാം, ഈ മനുഷ്യന് എങ്ങനെയെങ്കിലും ഇത് പിടിച്ചു നിൽക്കാൻ കഴിയട്ടെ അല്ലേ? അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും അങ്ങനെ അതിനൊരു ശക്തി കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നുള്ളൂ സാറേ ഞാൻ. യെസ്, താങ്ക് യു സോ മച്ച്. പൊതുവേദിയിലേക്ക് വിളിച്ചതിനും പറഞ്ഞതിനുമൊക്കെ നന്ദി. ശോഭ എന്നൊരു പ്രേക്ഷക വിളിക്കുന്നത് നിലമ്പൂരിൽ നിന്നാണല്ലേ? ശ്രീമതി ശോഭ രാജൻ. സാറേ ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല സാറേ. ചങ്ക് പൊട്ടുന്ന അച്ഛന്റെ ആ കരച്ചിൽ കണ്ടിട്ട് എങ്ങനെയാണ് നമ്മുടെ മക്കൾ ഏത് അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോണത്? ഇത് കുട്ടികൾക്ക് മനസ്സിലാകാത്ത എന്തുകൊണ്ടാണ് ശ്രീമതി ശോഭ? നമ്മൾ കഷ്ടപ്പെട്ട് വളർന്നു, നമ്മുടെ മക്കൾ അങ്ങനെ കഷ്ടപ്പെട്ട് വളരാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിച്ച ആ ഒരു മനോഗതിയാണ് തോന്നുന്നു നമ്മുടെ മക്കളെ ഈ ഒരു വഴിയിലേക്ക് എത്തിക്കുന്നത്. അവരെ നമ്മുടെ പ്രയാസങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു മനസ്സിലാക്കി ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് നമ്മൾ നിങ്ങളെ വളർത്തുന്നത് എന്ന് അവരെ ആദ്യം തന്നെ മനസ്സിലാക്കിക്കണമായിരുന്നു അല്ലേ? അതെ അതെ അതെ. എന്റെ ഭർത്താവ് ഒരു പ്രവാസിയായിരുന്നു. എന്റെ ഭർത്താവ് എപ്പോഴും പറയും എന്റെ മോന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തുപോയി ജോലി ചെയ്തു. അപ്പൊ എന്റെ മക്കൾ അങ്ങനെ കഷ്ടപ്പാടിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത്. അപ്പൊ നമ്മുടെ മക്കളത് മനസ്സിലാക്കുന്നില്ല ശരിക്കും. വല്ലാത്തൊരവസ്ഥ. ആ അച്ഛന് അത് സഹിക്കാനുള്ളൊരു മനസ്സ് ദൈവം കൊടുക്കട്ടെ. പിന്നെ സാറേ ഇതിനൊരു ശരിക്കൊരു ഇതിന് നിയമം വരണം. ശരിക്കും കൊന്നാ തിരിച്ച് അവനും അതുപോലെ മരിക്കണം. എന്നാലേ ഉള്ള നമുക്ക് ഒരാളെ കൊന്നാ പേടി ഉണ്ടാവുള്ളൂ. ഇതിപ്പോ മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മളിപ്പോ ഒരു ഉമ്മ ഒരു മകനെ വെട്ടിക്കൊന്നത് ഇപ്പൊ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. അതിപ്പോ ഒരു മനുഷ്യനെ കൊല്ലാൻ ഒരു മനുഷ്യനെ പേടില്ലാത്തൊരു സമയമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഈ കഞ്ചാവ് മക്കള് വേണ്ടാത്ത ഉപയോഗങ്ങൾ ഉപയോഗിച്ചിട്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കപ്പോ. അപ്പൊ അതിനൊരു നിയമങ്ങൾ നമ്മൾ കൊണ്ടുവരണം. വ്യക്തമാണ്. ശ്രീമതി ശോഭ ഒരു പ്രവാസിയുടെ ഭാര്യയാണെന്ന് എന്നോട് പറഞ്ഞു. സ്വാഭാവികമായും ഒരു പ്രവാസി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്കറിയാം. കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്നാണ് അവർ പറയുന്നത്. ബെൻസൺ ദുബായിൽ നിന്നാണ് അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ബെൻസൺ
ഹലോ സർ. ബെൻസൺ, പൊതുവേദി എന്ന നമ്മൾ ഈ പൊതുവേദിയിൽ എപ്പോഴും പ്രവാസികൾക്കൊരു വലിയ പരിഗണനയാണ് നൽകുന്നത്. കാരണം പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ അവർ പൊതുവേദിയിലേക്ക് വിളിച്ച് പറയാറുണ്ട്. ഈ നാടുമായി അവർ സംവദിക്കുന്നത് പൊതുവേദിയിലൂടെയൊക്കെയാണ്. അപ്പോൾ ഒരു പ്രവാസിക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ വന്നപ്പോൾ അത് വല്ലാതെ വേദനിപ്പിക്കുന്നതായി. ശ്രീ ബെൻസൺ ഇത് കണ്ടിട്ട് എന്ത് തോന്നി? ശരിക്കും എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമേ തന്നെ അച്ഛൻ്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ എന്നാലും ഇനി അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ വലിയ ഒരുപാടൊക്കെ മോശമായ അവസ്ഥ വെച്ചാൽ കേരളത്തിൽ വന്നു രണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. എന്നാലും എന്താ പറയുക, ഇതെന്താണ് ഇദ്ദേഹത്തിന് ഈ കുട്ടി നാട്ടിലാണ്, അപ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാതെ പോയത് കൊണ്ടാണോ, എന്തുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത്? അല്ല, അദ്ദേഹത്തിന്റെ ഞാനിപ്പോൾ അറിഞ്ഞനുസരിച്ചിട്ട് അദ്ദേഹം ഈ പറയുന്ന വീട്ടിലുണ്ടായ കടങ്ങളും ബുദ്ധിമുട്ട് കാരണം പുള്ളിക്കാരൻ കയറി പോയതാണ്. എനിക്ക് എൻ്റെ ഒരു സിസ്റ്ററിന്റെ മകൻ അവിടെ ബാംഗ്ലൂർ പഠിക്കുകയാണ്. ഞാൻ ഇപ്രാവശ്യം വെക്കേഷന് പോയപ്പോഴത്തേക്കും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും എന്റെ ഈ പറയുന്ന ചേച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇതൊക്കെയല്ല ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ആഴ്ച വിളിക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുമോ കഷ്ടപ്പാടും പറയുമ്പോൾ എന്റെ തന്നെ ഫസ്റ്റ് ഇവൻ അഡ്മിഷൻ എടുക്കുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ആകുലതയിലായിരുന്നു. ഇവൻ അവിടെ അഡ്മിഷൻ എടുക്കണോ, അത് എന്താ പറയുക, ട്രിവാൻഡ്രത്ത് അഡ്മിഷൻ എടുക്കണോ, BSc നേഴ്സിംഗ് പഠിക്കുന്ന ഒരു ചെക്കനാണ് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ചേച്ചിയുടെ മകൻ. പക്ഷേ ആ അഡ്മിഷൻ കിട്ടി അവസാനം അവനാ പറഞ്ഞു എനിക്ക് അവിടെ തന്നെ അഡ്മിഷൻ കിട്ടിയാലേ ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഞാൻ എന്റെ അളിയനും ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സോടെ അവന്റെ ആഗ്രഹപ്രകാരം അവിടെ അഡ്മിഷൻ എടുത്ത് കൊടുത്തു. പക്ഷെ എന്തുകൊണ്ടോ ഇന്നിപ്പോ 2 വർഷം കഴിഞ്ഞു. നമുക്കറിയാമല്ലോ ബാംഗ്ലൂരിന്റെ അവസ്ഥ. കേരളത്തിൽ കുറച്ചും കൂടെ മോശമാണെന്ന് ഞാൻ പറയും. എന്നാലും അവിടെ എല്ലാം അവൈലബിൾ ആണ്. അച്ഛനില്ല, അമ്മയില്ല, മാതാപിതാക്കളില്ല, കൺട്രോൾ ചെയ്യേണ്ട ആരുമില്ല. പക്ഷേ അവൻ നന്നായിട്ട് പഠിച്ചു പോകുന്നു. അവനവന്റെ കാര്യം ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് അതിനിപ്പോ സംഭവം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നപ്പോഴത്തേക്ക് അതായത് ഈ പറയുന്ന എന്റെ ചേച്ചി അല്ലെങ്കിൽ എന്റെ ഈ പറയുന്ന ഈശോന്റെ അമ്മ പറ്റുമ്പോഴൊക്കെ എല്ലാം വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകൾക്കെല്ലാം പറഞ്ഞിങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കാം അവന് ഒരു പക്ഷെ അതുകൊണ്ട് അവന്റെ ഈ പറയുന്ന സ്വഭാവശുദ്ധി കൊണ്ട് ആയിരിക്കാം മിക്കവാറും ഇങ്ങനെയൊക്കെല്ലാം നന്നായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ഈ പറയുന്ന മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ ഏറ്റവും കൂടുതൽ, അതായത് പ്രത്യേകിച്ച് പറയുന്ന ആൺകുട്ടിയാണെങ്കിൽ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത് മക്കളുമായിട്ട്. അപ്പോ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പറഞ്ഞു കൊടുക്കുക. ഇപ്പോഴത്തെ എന്താ പറയുക കാലഘട്ടങ്ങൾ ജീവിതങ്ങൾ എങ്ങനെയൊക്കെല്ലാം മുന്നോട്ട് പോകുന്നു അതൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കുക. ഇത് തീർച്ചയായിട്ടും വലിയൊരു പങ്കെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയ്ക്കുണ്ട്, അല്ലേ സാർ? ഹലോ, അതെ അതെ, അമ്മയും അച്ഛനും തുല്യമായി എല്ലാ അമ്മയും അച്ഛനും അവസ്ഥ പറയുമ്പോൾ അച്ഛൻ അവിടെ ഇല്ലല്ലോ. കാര്യം അച്ഛൻ എന്തായാലും പറയുന്ന വീട്ടിലെ ബുദ്ധിമുട്ട് തീർക്കാനും കടത്തിറക്കാനും പുള്ളിക്കാരനും സൗദിക്ക് കയറി പോയി. അവിടെ നിന്ന് പുള്ളിക്ക് അങ്ങോട്ട് എന്താ പറയുക വരാൻ പറ്റുന്ന അവസ്ഥയും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും കുറച്ചും കൂടെ പ്രത്യേകിച്ച് ആ മക്കളെന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞേക്കാളും കുറച്ചും കൂടെ കേക്ക് അനുസരിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും അമ്മമാര് പറയുമ്പോഴാണ്. എന്റെ എക്സ്പീരിയൻസ് അല്ല പറയുന്നത്. എന്നാൽ എനിക്ക് അങ്ങനെയാണ് പലരും കരുതുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ കരുതുന്ന എനിക്കറിയില്ല, ഞാൻ എന്റെ എക്സ്പീരിയൻസാ പറയുന്നത്. പക്ഷെ മറിച്ച് അച്ഛൻ പറയുമ്പോഴത്തേക്കും മിക്കവാറും തിരിച്ച് തർക്കുത്തരം പറയാനും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു വേണ്ട ഒരു രീതിയിൽ എടുക്കില്ല ഇവരെന്ന് പറയുമ്പോഴത്തേക്കും. ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെയെല്ലാം ഇവയ്ക്ക് അറിയിക്കണം, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടൊക്കെ എല്ലാം അറിയിക്കണം. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, ഞാൻ അത്യാവശ്യം മദ്യപിക്കും ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇതിൽ പറയാനായിട്ട് മദ്യപിക്കുന്ന ആളാണ്. എന്നിരുന്നാലും നമ്മുടെ ഈ പറയുന്ന നാട്ടിലെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് മദ്യത്തെക്കാളും കൂടുതൽ ഈ പറയുന്ന ഒരുപാടൊക്കെ എല്ലാം ലഹരി മരുന്നൊക്കെ കിട്ടുന്നൊരിതാണ്. അത് മാക്സിമം കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെന്റ് നമ്മുടെ ഈ പറയുന്ന പോലീസ് ഫോഴ്സുകളെ മുന്നോട്ട് വരുന്നുണ്ട്, അവരെന്തായാലും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും എന്റെ ഒരു ചിന്തയിൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും കൺട്രോൾ ആവാൻ തോന്നുന്നില്ല. കാര്യം ഇത് എങ്ങനെയൊക്കെ വരുന്നോ എവിടെ നിന്ന് വരുന്നോ ഒരു പിടുത്തമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതൊക്കെ അതായത് ഇത് ഹലോ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അത് ഒരു പ്രവാസി എന്ന നിലയിലെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രത്യേകതയുമുണ്ട്. നമ്മുടെ മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നത് കൊണ്ടാണ്. ശ്രീമതി ജയ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. നമുക്ക് സമയം വളരെ കുറവാണ്. പക്ഷേ ശ്രീമതി ജയയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. അവർ ദീർഘകാലം പ്രവാസിയായിരുന്നു. അവിടുത്തെ പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, അവിടുത്തെ നേട്ടങ്ങൾ എല്ലാം അറിയാം. അങ്ങനെയുള്ള ശ്രീമതി ജയയിൽ നിന്ന് ഒരു 2 വാക്ക് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ശ്രീമതി ജയ, ഇത് കണ്ട് എന്ത് തോന്നി? ഈ മനുഷ്യന് ഇങ്ങനെ ഒരു ഗതികേട് വരാൻ എന്തായിരിക്കും കാരണം? എനിക്ക് തോന്നുന്നു ശ്രീമതി ജയയുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തകരാറ് സംഭവിച്ചു. കേൾക്കാം, പറയൂ. മനു, ഞാന് ഗൾഫിലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് ഒരു മകനായിരുന്നു. അപ്പം സ്കൂള് അടവിന് ഞങ്ങൾ 2 പേരും അവിടെ നിന്ന് വരും. അപ്പൊ മോനെ അടുത്ത് വിളിച്ച് ചോദിക്കും മക്കളെ എന്താ വേണം. അപ്പൊ അവൻ ഓരോന്നൊക്കെ പറയും. ഞാനൊക്കെ പഠിക്കുമ്പം ഒരു പെൻസിൽ തീർന്ന ആ പെൻസിൽ കൊണ്ടുവന്ന് അമ്മയെ കാണിച്ചാല് അടുത്ത പെൻസിൽ തരും. ഇവന് നമ്മൾ പാക്കറ്റ് കണക്കിനാണ് വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കുന്നത്.
കാരണം എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ടുള്ളൊരു ബോയ് ആണ്. അന്നേരം അവര് ഭയങ്കര പുഞ്ചാരിച്ചൊക്കെ വളർത്തി. അന്നേരം അവനൊരു ഇല്ലായ്മ വരരുത്. അങ്ങനെ തന്നെയാണ് ഓരോ ഗൾഫുകാരും അവരുടെ മക്കളെ വളർത്തുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു ശിക്ഷ അവൻ ആ അച്ഛന് കൊടുത്തപ്പോ കണ്ടിട്ട് അത് സഹിക്കുന്നില്ല മനു. അദ്ദേഹത്തിന്റെ ആ കരച്ചിലും. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ആർക്കെങ്കിലും പുള്ളിക്കൊരു സഹായം ചെയ്ത് ഇവിടെ ജീവിക്കാനുള്ള ഒരു സംവിധാനം ഒപ്പിച്ചു കൊടുക്കണം. നമ്മുടെ സമയപരിമിതി കൊണ്ടാണ് ശ്രീമതി ജയയുമായി കൂടുതൽ സംസാരിക്കണമെന്നുണ്ട്. ഏതായാലും സമയപരിമിതി കൊണ്ടാണ് ഈ പൊതുവേദി ഈ വിഷയം പ്രേക്ഷകർക്കിടയിലും ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഇത് പ്രവാസികൾക്ക് അവരുടെ കുടുംബം പലപ്പോഴും കുടുംബജീവിതം ഒക്കെ പ്രയാസത്തിലാകുന്ന ചോദ്യം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ പൊതുവേദി ഈ അബ്ദുൾ റഹീമിൻ്റെ ജീവിതം ജീവിതം നഷ്ടപ്പെട്ട പ്രവാസികളുടെ ഒരു പ്രതീകമാണ് അബ്ദുൾ റഹീം എന്നായിരുന്നു ചോദ്യം. 91% ആളുകളും അതെ എന്ന് പറയുന്നു, 9% ആളുകൾ അല്ല എന്ന് പറയുന്നു. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.